വിശുദ്ധ ഇസ്ലാം കുടുംബജീവിതത്തിന് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നത് നാമെല്ലാം മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതുമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വൈവാഹികം ദാമ്പത്യം എന്നത് കേവലം ഭൗതിക സുഖങ്ങളുടെയോ സൗകര്യങ്ങളുടെയോ ഭാഗമല്ല. മുസ്ലിമിന് ദാമ്പത്യവും വൈവാഹികവും ഒക്കെ ആത്മീയതയുടെ ഭാഗമാണ്. ആത്മീയമായി ഉയരാനും പരലോക ജീവിതത്തിൽ ശാശ്വതമായ 100% സുഖങ്ങൾ മാത്രമുള്ള സ്വർഗ ജീവിതത്തിൽ എത്തിപ്പെടാനും അള്ളാഹു ഒരുക്കിയ സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബവും ദാമ്പത്യവും ഒക്കെ എന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഹത്തുക്കളായ ഇമാമുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. വശുരിഅ മിൻ ലദുൻ ആദം അലൈഹിസ്സലാം വസ്തമറ ഹത്താ ഫിൽ ജന്ന. മനുഷ്യോൽപത്തി മുതൽക്ക് തന്നെ തുടക്കം കുറിക്കുകയും സ്വർഗത്തിന്റെ നിത്യതയിലും തുടരുകയും ചെയ്യുന്ന ഇടപാട്, അത് ഇടപാടുകളുടെ കൂട്ടത്തിൽ നിക്കാഹ് മാത്രമേ ഉള്ളൂ എന്ന് ആധികാരിക മുഫ്തി ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം ദാമ്പത്യം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനമായ 1-2 ആമുഖത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിക്കാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാണ്? ആത്മീയ ഗുരുവര്യർ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഖാസിദുൻ നിക്കാഹ്, വൈവാഹിക ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അൽ മഖ്സൂദുൽ അഅ്ളം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന നിലക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് സന്താന സൗഭാഗ്യമാണ്. വിവാഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സന്താന സൗഭാഗ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്ക് സന്താനങ്ങൾ എന്നത് കേവലം ഭൗതിക ജീവിതത്തിന്റെ സൗകര്യങ്ങളല്ല. ഒരു മുസ്ലിമിന് പരലോക ജീവിതത്തിൽ സന്തോഷം പകരാനും ദറജകൾ ഉയരാനും കൂടി ഉപകാരപ്പെടുന്നതാണ് സന്താനങ്ങൾ എന്ന് ഇസ്ലാം പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. ചെറിയ തോതിൽ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അൽ മഖ്സൂദുൽ അഅ്ളം, അൽ മഖ്സൂദുൽ അവ്വൽ എന്നിങ്ങനെ ഇമാം ഗസാലി തങ്ങൾ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ലക്ഷ്യം സന്താന സൗഭാഗ്യമാണ്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബാസൂത്രണ സംവിധാനങ്ങൾ ലോകത്തേറെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കൾ എന്ന നിലക്ക്, വിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നവരെന്ന നിലക്ക് മുസ്ലിം സമൂഹം ഏറെ ആശങ്കയോടെയാണ് കുടുംബാസൂത്രണ സംവിധാനത്തെ സമീപിക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തപ്പെട്ടു. കുടുംബാസൂത്രണ സംവിധാനവും സന്താന നിയന്ത്രണം എന്നൊക്കെ പറയുന്നത് അതൊരു പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ്, മനുഷ്യത്വരഹിതമാണ്. അതിന്റെ താത്വിക വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാനിവിടെ പ്രവേശിക്കുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ ഒരു വസ്തുതയുണ്ട്. തനാക്കഹു തകാസറു, നിങ്ങൾ വിവാഹങ്ങൾ കഴിക്കണം, നിങ്ങൾ നിക്കാഹുകൾ നടത്തണം, നിങ്ങൾ ദാമ്പത്യം അനുഭവിക്കണം. തകാസറു, നിങ്ങൾക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാവണം. ഈ ഉമ്മത്തിന് നമുക്ക് സന്താനങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് സന്തോഷം പകരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിക്കുന്നത്, നിങ്ങൾക്ക് സന്താനങ്ങൾ കൂടുതലുണ്ടാകുന്നത് എനിക്ക് അഭിമാനമാണ് എന്ന് പ്രിയപ്പെട്ട പ്രിയങ്കരനായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണാം, നിങ്ങൾ എന്റെ മുഖം കറുപ്പിക്കരുത്, നിങ്ങൾ എന്റെ മുഖം കറുപ്പിക്കരുത്. നിങ്ങൾക്ക് സന്താനങ്ങൾ ധാരാളം ജനിക്കണം, സന്താനങ്ങളെ ധാരാളം നിങ്ങൾ ആഗ്രഹിക്കണം.
ആഗ്രഹിച്ചതെല്ലാം കിട്ടണമെന്നില്ല. അത് മറ്റൊരു കാര്യം. ഞാനും സന്താനങ്ങൾ ധാരാളം ഉണ്ടാവാൻ ആഗ്രഹിക്കണം. അതൊരു വലിയ ഭാഗ്യമായി കരുതണം. നിങ്ങൾക്ക് സന്താനങ്ങൾ കൂടുതൽ ജനിക്കുമ്പോ എനിക്ക് സന്തോഷമാണ്, എനിക്ക് അഭിമാനമാണ്, എനിക്ക് ആനന്ദമാണ്. നിങ്ങൾ എന്റെ മുഖം കറുപ്പിക്കരുത് എന്ന് പ്രിയപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു താക്കീദിന്റെ സ്വരം തിരിച്ചറിയണമെന്ന് വൈവാഹികം ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന വിഷയത്തിന്റെ ആമുഖമായി ഞാൻ എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ഉമ്മത്തിൽ മുൻകാലത്തേക്കാൾ ഇന്ന് ഏറെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. ഒന്ന് മതി അല്ലെങ്കിൽ രണ്ട് മതി ഒക്കെ ഇന്ന് നിർത്തലൊരു ഫാഷനാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമമനുസരിച്ച് ആണായാലും പെണ്ണായാലും പൂർണ്ണമായ രൂപത്തിൽ ഉൽപാദനശേഷി ഒഴിവാക്കുന്നത് ശക്തമായ ഹറാം ആണ്. ആണായാലും പെണ്ണായാലും ഉൽപാദനശേഷി പൂർണ്ണമായി എടുത്തു കളയുക, ശസ്ത്രക്രിയയിലൂടെയോ ആ സ്വഭാവമുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഉൽപാദനശേഷി എടുത്തു കളയുന്നത്, പ്രസവശേഷി എടുത്തു കളയുന്നത്, പൂർണ്ണമായ രൂപത്തിൽ അത് നശിപ്പിക്കുന്നത് ശക്തമായ ഹറാമാണെന്ന് നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് മുലകുടി പ്രായം സ്വാഭാവിക രൂപത്തിൽ കിട്ടാൻ വേണ്ടി എന്റെ കുട്ടിക്ക് ഒരു 2 വർഷത്തെ മുലകുടി കിട്ടട്ടെ, എന്റെ കുട്ടിക്ക് 2 വർഷം തികയുന്നതിന്റെ മുമ്പ് പെട്ടെന്ന് അടുത്ത് ഗർഭം വേണ്ട എന്ന നിലക്ക് താൽക്കാലികമായ ചില നീക്കുപോക്കുകൾ നടത്തുന്നത്. ആദ്യത്തെ കുട്ടിക്ക് മുലകുടി പ്രായം ലഭിക്കാൻ വേണ്ടി ഒരു 2 കൊല്ലത്തെ മുലകുടി പ്രായം എന്റെ കുട്ടിക്ക് കിട്ടട്ടെ, മുലപ്പാല് കിട്ടട്ടെ, എന്റെ കുട്ടിക്ക് 6 മാസം ആകുമ്പോഴേക്ക് അടുത്ത കുട്ടി ഗർഭം ധരിക്കണ്ട എന്ന നിലക്ക് താൽക്കാലികമായ ചില നീക്കുപോക്കുകൾ നടത്തുന്നത് ഹറാം ഇല്ലെന്നും അത് കറാഹത്തും ഇല്ലെന്നും അല്ലാമ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹാശിയത്ത് തുഹ്ഫയിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാറ്റിവെച്ചാൽ താൽക്കാലികമായ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നത് കറാഹത്താണ്, ഇസ്ലാം വിരോധിച്ചതാണ്. സ്ഥിരമായി പ്രസവശേഷി എടുത്തു കളയുന്ന, ഉൽപാദനശേഷി നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹറാമ് തന്നെയാണ്. ഈ വിഷയത്തിൽ 3 രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കുട്ടിയുടെ മുലകുടി പ്രായം ഒന്ന് റെഡിയാവാൻ വേണ്ടി ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. അതൊക്കെ റബ്ബ് തആലയുടെ ഖളാ അനുസരിച്ച് നടക്കേണ്ട കാര്യമാണ്. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗർഭധാരണത്തിനുള്ള സാധ്യത പൊതുവെ വൈദ്യശാസ്ത്ര പ്രകാരം ശതമാനം കുറവുമാണ്. അതേസമയം ഇങ്ങനെ ഒരു പരാമർശം ഉള്ളത് മറച്ചുവെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന നിലക്ക് പരമാവധി നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ച ഏതെങ്കിലും വകുപ്പുകളിൽ ഒതുങ്ങി നിന്ന് അത് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ പോലും അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൂടാ എന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കുട്ടിക്ക് മുലകുടി പ്രായം പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി താൽക്കാലികമായി അടുത്ത ഗർഭധാരണം ഇത്തരം കുറച്ചും കൂടി അങ്ങ് നീട്ടിവെക്കുന്ന പ്രവർത്തനം ഹറാമുണ്ടോ കറാഹത്തുണ്ടോ? അല്ലാമ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മഹുല്ലാഹ് ഹാശിയത്ത് തുഹ്ഫയിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്തരം ഒരു ആവശ്യത്തിന് വേണ്ടിയാകുമ്പോൾ അത് ഹറാമും കറാഹത്തും ഇല്ല. ആ രൂപം മാറ്റിവെച്ചാൽ മറ്റെന്തിനു വേണ്ടിയാണെങ്കിലും താൽക്കാലികമായ രൂപത്തിൽ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നത്, ഉൽപാദനശേഷിക്ക് തടസ്സം നിൽക്കുന്നത് ആണിനും പെണ്ണിനും കറാഹത്താണ്, തെറ്റാണ്. സ്ഥിരമായ രൂപത്തിൽ നശിപ്പിക്കുകയാണെങ്കിൽ അത് ഹറാമുമാണ്. ഇരിക്കട്ടെ, ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ഗൗരവവും അറിയാതെ, ഒരിത്തിരി മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാതെ ലാഘവത്തോടുകൂടി മുസ്ലിം കുടുംബങ്ങളിലൊക്കെ പ്രസവം നിർത്തുക, ഞാൻ ആ നാടൻ ഭാഷ തന്നെ ഉപയോഗിച്ചോട്ടെ, പ്രസവം നിർത്തുന്ന ആ പ്രവർത്തനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാറില്ല. അത്യാവശ്യം ദീനീ രംഗത്തുള്ളവർക്ക് പോലും അതൊന്നും അത്ര വലിയ ഒരു ഗൗരവമുള്ള തെറ്റല്ല എന്ന ധാരണയാണ്. ഈ വിഷയത്തിന്റെ ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ സംസാരം കേൾക്കുന്നവരുടെ ഒക്കെ മുന്നിൽ വെക്കുന്നു. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ലക്ഷ്യമായും ആത്മീയ ഗുരുവര്യന്മാർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചത് സന്താന സൗഭാഗ്യമാണ്.
സന്താനങ്ങൾ എത്രയും കൂടുതൽ ലഭിക്കുന്നത് അത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് കുടുംബാസൂത്രണ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ മുസ്ലിം വളരെ ആശങ്കയോടെയും വളരെ മനസാക്ഷിത്വത്തോടു കൂടിയും സമീപിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് മാത്രം ആ ഭാഗം പറഞ്ഞു നിർത്തട്ടെ. വിവാഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, സന്താന സൗഭാഗ്യം. മറ്റൊന്ന്, പ്രകൃതിപരമായി മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈംഗിക വികാരം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും മനുഷ്യന്റെ വളർച്ചക്കും ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ലൈംഗിക ചിന്ത പാപമാണെന്ന ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഇസ്ലാമിന് ഇല്ല. ലൈംഗിക ചിന്ത പാപമാണ്, ലൈംഗിക ചിന്ത പൂർണ്ണമായി നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു സൂചന പോലും ഇസ്ലാം നൽകുന്നില്ല. ലൈംഗിക വികാരം ആവശ്യമാണ്, അത് മനുഷ്യന് പറഞ്ഞതാണ്, അത് മനുഷ്യന് വേണ്ടതാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. പ്രകൃതിപരമായുള്ള ആ ലൈംഗിക വിചാരത്തിന് അനുവദനീയമായ ഒരു പരിഹാരമാണ് വിവാഹം. അപ്പൊ വിവാഹത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം നമുക്ക് അങ്ങനെ പറയാം, പ്രകൃതിപരമായി മനുഷ്യരിലുള്ള ലൈംഗിക ദാഹത്തിന് അനുവദനീയമായ പരിഹാരം. വിശദീകരിക്കുന്നില്ല. വിവാഹത്തിന്റെ ഒരു മൂന്നാമത്തെ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുക, സന്തോഷം ഉണ്ടാക്കുക, മനുഷ്യൻ മനസ്സിന് തണുപ്പ് പകരുക, ചൂടാകുമ്പോൾ ഒന്ന് തണുപ്പിക്കണം. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു സൂറത്ത് റൂമിൽ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം എന്ന നിലക്ക് ചിന്തകരുടെ മുന്നിലേക്ക് വിശുദ്ധ ഖുർആൻ ഇടുകയാണ്. മനുഷ്യർക്ക് മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ഇണകളെ സംവിധാനിച്ചത്, ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്. മനുഷ്യർക്ക് മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ഇണയെ സംവിധാനിച്ചത് അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ്. മനുഷ്യർക്കിടയിൽ സ്നേഹം, ദയ, കൃപ, വിശിഷ്യ ദമ്പതികൾക്കിടയിൽ, കുടുംബങ്ങൾ അംഗങ്ങൾക്കിടയിൽ സ്നേഹവും ദയയും കൃപയും അള്ളാഹു വെച്ചു. അവസാനം ആ വാചകം അവസാനിപ്പിക്കുന്നത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തകർക്ക് അതിലൊക്കെ ഒട്ടേറെ പാഠങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ, ലോകത്ത് സാങ്കേതിക വിദ്യകൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനും ഏതിനും സൗകര്യങ്ങളുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതൊന്നും മനുഷ്യ മനസ്സുകളിൽ സ്നേഹം ജനിപ്പിക്കാൻ ഫലപ്രദമാകുന്നില്ല. അവിടെയാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് ഇണകളെ വെച്ചത് ലിതസ്കുനു ഇലൈഹാ, സമാധാനത്തിന് വേണ്ടിയാണ്. ശാന്തി നികേതനാണ് മനുഷ്യ സ്ത്രീ. ആണിനെ സംബന്ധിച്ചിടത്തോളം ആണിന് ശാന്തിയും സമാധാനവും നൽകാൻ അള്ളാഹു പടച്ചു വെച്ചതാണ് മനുഷ്യ സ്ത്രീയെ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് സമാധാനവും സന്തോഷവും സംരക്ഷണവും നൽകാൻ അള്ളാഹു സംവിധാനിച്ച പ്രകൃതി വ്യവസ്ഥയാണ് ആണും പെണ്ണും ദാമ്പത്യവും എന്നത്. എന്നിട്ട് അള്ളാഹുവിടെ പറഞ്ഞു വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ദമ്പതികൾക്കിടയിൽ സ്നേഹം അള്ളാഹു ഉണ്ടാക്കുന്നതാണ്. സ്നേഹം അള്ളാഹു ഉണ്ടാക്കണം, കൃപ അള്ളാഹു ഉണ്ടാക്കണം. അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം മനസ്സുകൾക്ക് സ്നേഹം, അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം മനസ്സുകൾക്ക് ദയാവായ്പകളും കൃപകളും. ഇന്ന ഫീ ദാലിക ലആയാത്, അതിൽ പാഠങ്ങളാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. വിവാഹം, ദാമ്പത്യം, വൈവാഹികം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൽ ആത്മീയതയുടെ ഭാഗമാണ്. പ്രധാനമായും വിവാഹത്തിന്റെ 3 ലക്ഷ്യങ്ങൾ: ഒന്ന് സന്താന സൗഭാഗ്യമാണ്, മറ്റൊന്ന് പ്രകൃതിപരമായുള്ള ലൈംഗിക വികാരത്തിന് അനുവദനീയമായ പരിഹാരമാണ്, 3 ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. ഇത് പറയുമ്പോൾ നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നൊക്കെ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു കോലത്തിലാണ്. അങ്ങനെയാണ് അല്ലേ? നമ്മുടെ കുടുംബ കോടതികളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ദാമ്പത്യ കേസുകളും കലഹങ്ങളും കുറച്ചൊന്നുമല്ല. വിശിഷ്യ മലബാർ ഏരിയയിലാണ് ഇത് കൂടുതലുള്ളത് എന്ന് കണക്കുകൾ പറയുമ്പോ നമ്മുടെ മനസ്സിനത് അലോസരപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുന്ന കേസുകളാണ് ഏറെയും എന്നത് നമ്മളിനി പറയാതിരുന്നിട്ട് കാര്യമില്ല. അവിടെയാണ് ഇൻഷാ അല്ലാഹ് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിനുള്ള ചില പരിഹാരങ്ങളെ കുറിച്ച് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളും നമ്മുടെ മതസംഘടനകളും നേതാക്കളും കാളിമാരും ഒക്കെ അതിനുള്ളൊരു സ്ഥിരം സംവിധാനം മഹല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംവിധാനിക്കേണ്ടതുണ്ട് എന്നും ഈ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ഓർക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും.
വിവാഹത്തിന്റെ ലക്ഷ്യം ഖുർആൻ പറഞ്ഞത് അങ്ങനെ സമാധാനം ലഭിക്കാനാണ്. സത്യത്തിൽ അങ്ങനെയാണ്. ദാമ്പത്യം വലിയ ആനന്ദമാണ്. മനസ്സറിഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോൾ അത് വലിയ സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷെ നമുക്ക് എവിടെയൊക്കെയോ അബദ്ധങ്ങളും അശ്രദ്ധകളും വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ദാമ്പത്യങ്ങൾ അധികവും കലഹങ്ങളായി മാറുന്നത്. ഒരു കുട്ടിയായ പിന്നെ അങ്ങനെ ഒരു തള്ളി നീക്കലാണ്. ഇങ്ങനെ പലരും കരുതുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദാമ്പത്യം ഇങ്ങനൊക്കെ ഒരു കുടുക്കാണ്, ഇതിങ്ങനെ മനുഷ്യനെ ഇറങ്ങാനാവാനുള്ള ഒരു പരിപാടിയാണ് പലരും തെറ്റിദ്ധരിച്ചത്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. അറിഞ്ഞനുഭവിക്കുന്നവർ ഛർദ്ദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഛർദ്ദിക്കുമ്പോൾ ഇന്നും ദാമ്പത്യം നന്നായി ആനന്ദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നത് മറക്കണ്ട. പക്ഷെ നമ്മളതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് അപ്പൊ വിവാഹത്തിന് 2-3 ലക്ഷ്യങ്ങൾ ഓർമ്മപ്പെടുത്തി. മറ്റൊന്ന്, വിവാഹത്തിന് ഒരുങ്ങുമ്പോ ദാമ്പത്യം സംവിധാനിക്കുമ്പോ ആദ്യമേ ചില മുൻകരുതലുകൾ വേണം. അവിടെയാണ് ഇണയെ തെരയുമ്പോൾ ആണിന് പെണ്ണിനെ തെരയുമ്പോ പെണ്ണിന് ആണിനെ തെരയുമ്പോഴും ഒരു 100 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ ശക്തമായി തന്നെ ആവർത്തിച്ച് നമ്മെ ശരിയപ്പെടുത്തുന്നു. ഒരൊറ്റ ഹദീസ് മാത്രം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം. നമുക്കൊക്കെ സുപരിചിതമായ ഒരു വചനം, നിക്കാഹിനോടനുബന്ധിച്ചുള്ള ഖുതുബകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള വിശുദ്ധ വചനം, തുങ്കഹിൽ മർഅത്തു ലിഅർബഅ. 4 കാര്യങ്ങൾക്ക് വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട്, 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം നടക്കാറുണ്ട്. ലിഹസബിഹാ വലിജമാലിഹാ വലിമാലിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക. നമുക്ക് സാധാരണക്കാർക്കടക്കം സുപരിചിതമായ ഈ വിശുദ്ധ വചനം ഉൾക്കൊള്ളുന്ന പ്രധാനമായ 4 ആശയങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുകയാണ്. ഈ കൊച്ചു വാചകത്തിൽ, ഈ വിശുദ്ധ ഹദീസിൽ പ്രധാനമായും 4 ഭാഗങ്ങളുണ്ട്. ഒന്ന്, വിവാഹത്തെ കുറിച്ചുള്ള നാട്ടു നടപ്പുകളും സാധാരണ ആളുകൾ പരിഗണിക്കുന്ന നാട്ടിലെ പതിവ് ഇങ്ങനെയാണ് എന്ന നാട്ടാചാരത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കൽ ഹദീസിന്റെ തുടക്കത്തിലുണ്ട്. മറ്റൊന്ന്, ആ ഹദീസിൽ വളരെ ശക്തമായ ഒരു നിർദ്ദേശമുണ്ട്. മൂന്നാമത്, ആ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് ശക്തമായ താക്കീതുണ്ട്. ആ നിർദ്ദേശം പാലിക്കുന്നവർക്ക് വലിയ വാഗ്ദാനവും. തുങ്കഹിൽ മർഅത്തു ലിഅർബഇ ഖിസാൽ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിശുദ്ധ ഹദീസ്, വിശുദ്ധ വചനം, അതിൽ ഉൾക്കൊള്ളുന്ന 4 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു സ്ത്രീയെ 4 കാര്യത്തിന് വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട്. സമ്പത്തിന് വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട്, സൗന്ദര്യം മർമ്മമായി പരിഗണിച്ച് നിക്കാഹ് നടക്കാറുണ്ട്, കുടുംബ മഹിമ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിക്കാഹ് നടക്കാറുണ്ട്, മതവും നിക്കാഹിൽ പരിഗണിക്കപ്പെടാറുണ്ട്. ഈ പറഞ്ഞത് അതങ്ങനെയാണ് ഇസ്ലാമിക നിർദ്ദേശം എന്നതിന് വേണ്ടി പറഞ്ഞതല്ല, നാട്ടിലെ പതിവ് രീതികൾ അങ്ങനെയൊക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ചിലർക്ക് ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് സമ്പത്തിനു വേണ്ടി വിവാഹം നടത്തൽ ഇസ്ലാം അനുവദിച്ചതാണ്, അല്ലെങ്കിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്, അതിനുവേണ്ടിയൊക്കെ വിവാഹം നടത്താമെന്നല്ലേ മുത്തുനബി പറഞ്ഞത് എന്ന നിലയ്ക്ക് ഈ ഹദീസിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. തീർത്തും ദുർവ്യാഖ്യാനം. ഹദീസിന്റെ വ്യാഖ്യാതാക്കളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വിശിഷ്യ ശാഫിഈ മദ്ഹബിലെ ആധികാരിക മുഫ്തി, ശാഫിഈ മദ്ഹബിലെ അവസാന വാക്ക് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ നിക്കാഹിന്റെ അധ്യായത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന്, സമ്പത്തിനു വേണ്ടി, സൗന്ദര്യത്തിനു വേണ്ടി, കുലമഹിമയ്ക്ക് വേണ്ടിയൊക്കെ നിക്കാഹ് ചെയ്യപ്പെടാറുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതിനുള്ള പ്രോത്സാഹനമോ ഇസ്ലാമിൽ അങ്ങനെയൊക്കെ വേണമെന്നോ അല്ല, നാട്ടിൽ ആളുകൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറാണുള്ളത്. ബയാനുൽ ആദാ, ബയാനുൽ ഉർഫ്, നാട്ടിലെ പതിവ് രീതികൾ അങ്ങനെയൊക്കെയാണ് എന്ന ഒരു തുടക്കമാണ് ആ വാചകം എന്ന് മഹത്തുക്കളായ ഇമാമുകൾ വിശദീകരിച്ചു. അപ്പൊ ആ ഹദീസിൽ 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാട്ടിലെ പതിവ് രീതികൾ വിശദീകരിക്കുക. 2, ആ ഹദീസിലൊരു നിർദ്ദേശം, ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവളെ വിവാഹം ചെയ്ത് നീ വിജയിക്കുക. എന്നാൽ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ദീനിന്, മതവിശ്വാസത്തിന്, മതചിട്ടയ്ക്ക് പ്രഥമ പരിഗണന നൽകുക.
മറ്റെന്ത് കാര്യങ്ങളിലും അത് നമുക്ക് വിഷയമല്ല, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. മതത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പറ്റില്ല. എന്റെ ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്. ഇവിടെ നിങ്ങൾ നോക്ക് ആ വാചകം, സാധാരണ രീതിയിൽ അർത്ഥം വെക്കുമ്പോൾ ദീനുള്ളവളെ വിവാഹം ചെയ്ത് നീ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരോട് മാത്രമാണെന്ന് തോന്നിപ്പോകും. അതേസമയം പുരുഷൻ നിക്കാഹ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ദീനിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. എന്റെ ജീവിത സഖിയായി ലഭിക്കുന്ന, എന്റെ ഇണയായി ലഭിക്കുന്ന ഇണയിൽ പ്രഥമമായി പരിഗണിക്കേണ്ട ഗുണം ദീനാണ്. എന്നാൽ ഒരു പെണ്ണിന് വേണ്ടി ഇണയെ തേടുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടി ഇണയെ തേടാറുണ്ട്, പെങ്ങന്മാർക്ക് വേണ്ടി ഇണയെ തേടാറുണ്ട്. അത്തരം രക്ഷിതാക്കളോടും ഇസ്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോഴും പ്രഥമ പരിഗണന ദീനിന് തന്നെ നൽകണം. മറ്റൊരു ഹദീസ് കൂടി ഇതിനോട് നമുക്ക് ചേർത്തി വായിക്കാം. ഇദാ അതാകും മൻ തറളൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജൂഹു വഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. ഇദാ അതാകും മൻ തറളൗന ദീനഹു വഖുലുഖഹു, നിങ്ങളുടെ മകൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി വരനായി ഇണയായിക്കൊണ്ട് വരുന്ന പുരുഷന്റെ ദീനും സ്വഭാവവും തൃപ്തികരമെങ്കിൽ, മകൾക്ക് കല്യാണാലോചിക്കുമ്പോ അന്വേഷിക്കപ്പെടുന്ന പുരുഷൻ അവന്റെ ദീനീച്ചിട്ട തൃപ്തികരമെങ്കിൽ, അവന് സ്വഭാവ മഹിമയുള്ളവനാണെങ്കിൽ നിങ്ങളുടെ മകളെ അവന് തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കണം, നിങ്ങളെ പെങ്ങളെ അവന് തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കണം. മകൾക്കും പെങ്ങൾക്കും ഒക്കെ കല്യാണാലോചിക്കുമ്പോ ദീനിന് പ്രഥമ പരിഗണന നൽകുന്നില്ലെങ്കിൽ അത് നാശത്തിന്റെ മാർഗമാണ്, അത് ഫിത്നയുടെ മാർഗമാണ്, അത് കലഹങ്ങളുടെ മാർഗമാണെന്ന് പ്രിയപ്പെട്ട നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിലേക്ക് തന്നെ വരട്ടെ. പല കാരണങ്ങൾക്ക് വേണ്ടി, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട്. ദീനുള്ള വിവാഹം ചെയ്ത്, പെണ്ണിനോടാവുമ്പോ ദീനുള്ളവന് വിവാഹം ചെയ്ത് വിജയിക്കുക. ഇവിടെ നിങ്ങൾ നോക്കി ഈ ഹദീസിന്റെ വാചകത്തിൽ പലരും മനസ്സിലാക്കുക വിജയിക്കുക എന്ന് പറയുമ്പോ അതാണ് അതിലെ നിർദ്ദേശം. അല്ല, ദീനുള്ളവളെ വിവാഹം ചെയ്ത് നീ വിജയിക്കുക എന്ന് പറയുമ്പോ ഒരാളോട് വിജയിക്കുക എന്നത് കൃത്യത്തിൽ അതൊരു നിർദ്ദേശമല്ല. വിജയിക്കുക എന്നല്ല പറയേണ്ടത്, വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നതാണ്. കൃത്യമായ ഹദീസ് നോക്കുമ്പോൾ ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ വിവാഹം ചെയ്ത്, അഥവാ ദീനിന്, മതവിശ്വാസത്തിന്, മതകർമ്മത്തിന് ഒന്നാം സ്ഥാനം നൽകി നീ വിവാഹം ചെയ്താൽ നിനക്ക് വിജയമുണ്ടാകും എന്നാണ് ഹദീസിന്റെ ആശയം. ഇവിടെ ഹദീസിന് 4 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് നാട്ടിലെ പതിവ് രീതികളെ കുറിച്ചുള്ള ഒരു ആമുഖമാണ്, രണ്ടൊരു നിർദ്ദേശമാണ്. എന്താണ് നിർദ്ദേശം? വിവാഹരംഗത്ത് ദാമ്പത്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ദീനിന് പ്രഥമ പരിഗണന നൽകണം. മറ്റൊന്നും തീരെ പരിഗണിക്കരുതെന്നതിനർത്ഥമില്ല. ഒന്നാം പരിഗണന, മർമ്മം ദീനായിരിക്കണം. ദീനിന് പ്രഥമ പരിഗണന നൽകുക, എന്നാൽ നിനക്ക് വിജയിക്കാം. അതൊരു പ്രയോഗമാണ്. എന്റെ ഉസ്താദ് അർത്ഥം വെച്ചെന്നു. ദീനിന് ഒന്നാം സ്ഥാനം കൊടുത്തോ, എന്നുവെച്ചാൽ വിജയിച്ചോളൂട്ടോ, അതാണ് അതിന്റെ അർത്ഥം. ദീനിന് ഒന്നാം സ്ഥാനം നൽകുക, എന്നാ നീ അങ്ങ് വിജയിച്ചോളും കേട്ടോ, അതാണ് എന്റെ സത്യം. ദീനിന് ഒന്നാം സ്ഥാനം നൽകണമെന്നോ നമ്മളോടുള്ള നിർദ്ദേശമാണ്. ദീനിന് ഒന്നാം സ്ഥാനം നൽകിയാൽ വിജയിക്കും എന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓഫറാണ്, വാഗ്ദാനമാണ്. നമ്മളൊക്കെ എല്ലാ രംഗത്തും ഇനി നമ്മളെ മക്കൾക്ക്, പെങ്ങന്മാർക്ക് ഇണകളെ തേടുമ്പോൾ, ആൺമക്കൾക്ക് ഇണയെ തേടുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ വിവാഹിതരല്ലാത്തവർ സ്വന്തം ഇണയെ തേടുമ്പോഴൊക്കെ ദീനിന് ഒന്നാം പരിഗണന നൽകണം, എന്നാ വിജയിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അൽ ഫൗസു ബികുല്ലി മത്ലൂബിൻ ആണ്. ഭൗതികവും ആത്മീയവുമായ വളർച്ച അതിലുണ്ട്. ഇഹവും പരവും വിജയിക്കുമെന്ന് തന്നെയാണ് മുത്തുനബിയുടെ ആ വിശുദ്ധ വചനത്തിന്റെ വിശാലമായ അർത്ഥം. ഇനി ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഏറെ ഗൗരവമുള്ള ഒരു താക്കീതും കൂടിയുണ്ട്. അങ്ങനെ തുടങ്ങി
എന്താണ് തെരുവത്തിയതാക്കേണ്ടതിന്റെ ആശയം? പ്രമുഖനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ നിക്കാഹിന്റെ അധ്യായത്തിൽ തന്നെ രണ്ടിടത്ത് രേഖപ്പെടുത്തിയത് കാണാം. ദീനിന് ഒന്നാം സ്ഥാനം നൽകണമെന്ന ആ നിർദ്ദേശം പാലിച്ചാൽ നിനക്ക് വിജയമുണ്ടാകും. ദീനിന് പ്രഥമ പരിഗണന നൽകണം എന്ന നിർദ്ദേശം നീ പാലിക്കുന്നില്ലെങ്കിൽ, ദീനല്ലാത്ത മറ്റെന്തോ ആണ് നീ പ്രഥമമായി പരിഗണിക്കുന്നതെങ്കിൽ നീ പരാജയപ്പെടുന്നു. ഉസ്താദ് അർത്ഥം വെച്ചത് നീ തൊലഞ്ഞു പോകും, നീ നശിച്ചു പോകും. ഇഹത്തിലും പരത്തിലും ആ നാശത്തിന്റെ, ആ താക്കീതിന്റെ ഗൗരവ ഭവിഷ്യത്തുകൾ നമ്മെ പിന്തുടരുമെന്ന് ഞാൻ പേടിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ഇതൊരു വിശദമായ വിശദാവതരണമല്ല, ഒരു സമ്പൂർണ്ണ വിഷയാവതരണമല്ല, ചില ഓർമ്മപ്പെടുത്തലുകളാണ്. നിക്കാഹിന്റെ ലക്ഷ്യങ്ങൾ 3 ഉണ്ടെന്നും വിശിഷ്യ കുടുംബാസൂത്രണവുമായി സഹകരിക്കുമ്പോൾ മുസ്ലിം ആലോചിക്കേണ്ടതുണ്ടെന്നും ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ നേരത്തെ നടത്തി കഴിഞ്ഞു. മറ്റൊന്ന്, വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഏത് രംഗത്തും ഒന്നാം സ്ഥാനം ദീനിന് തന്നെയാവണം. ഈ മുത്തുനബിയുടെ ഹദീസിലുള്ള 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ കോറിയിട്ടുകൊണ്ടാവണം ഈ സദസ്സിൽ നിങ്ങൾ മടങ്ങിപ്പോകുന്നു. നാട്ടിൽ പലതിനും വേണ്ടിയും നിക്കാഹ് നടക്കാറുണ്ട്. ഇന്നിപ്പോ കിഡ്നി കിട്ടാൻ വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട്. കിഡ്നി മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് മാരേജ് വിവാഹം തന്നെയുണ്ട്. അപ്പൊ പലതിനും വേണ്ടി നിക്കാഹ് നടക്കാറുണ്ട്. ദീനിന് ഒന്നാം സ്ഥാനം നൽകണം, അതാണ് മുത്തുനബിയുടെ നിർദ്ദേശം. എന്നാൽ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വിജയമുണ്ടാകും, അതാണ് ഓഫർ, വാഗ്ദാനം. ദീനിന് പ്രഥമ പരിഗണന നൽകുന്നില്ലെങ്കിൽ, മറ്റെന്തിനോ ആണ് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാശമാണ്, നിങ്ങൾ തുലഞ്ഞു പോകും. ഇഹത്തിലും പരത്തിലും അത് അപകടം സൃഷ്ടിക്കുമെന്ന് പ്രിയപ്പെട്ട നേതാവ് ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധ വചനം നമ്മുടെയൊക്കെ മനസ്സിൽ ശക്തമായി വേരൂന്നണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീധനം, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ഒരു വിവാഹത്തോടനുബന്ധിച്ച് പെണ്ണിന്റെ കുടുംബത്തിന് യാതൊരു അർത്ഥത്തിലുള്ള സാമ്പത്തിക ചെലവുകളും ഇസ്ലാമിൽ ഇല്ല. നിക്കാഹിനോടനുബന്ധിച്ച് ഇസ്ലാമിന്റെ നിക്കാഹിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ വരൻ, ഭർത്താവ്, അവന് ചില ചെലവുകളുണ്ട്. അവൻ മഹർ നൽകണം. അതിന് നിക്കാഹിനോടനുബന്ധമായ വധുവിനുള്ള ചെലവുകൾക്കുള്ള വക അവന് വേണം. വിവാഹ സദ്യ എന്ന് പറയുന്ന വലീമത്ത് അതവന് സുന്നത്തുണ്ട്. എന്നാൽ പെണ്ണിന് നിർബന്ധമോ സുന്നത്തോ ആയ ഒരു സാമ്പത്തിക ചെലവുകളും ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ നിക്കാഹിന്റെ ഭാഗം പരിശോധിക്കുമ്പോ പെണ്ണിനോ പെണ്ണിന്റെ രക്ഷിതാവിനോ ഏതെങ്കിലും സാമ്പത്തിക ചെലവുകൾ നിർബന്ധമായി വരുന്നില്ല, സുന്നത്ത് പോലുമില്ല. വലീമത്ത് എന്ന് പറയുന്ന ഒരു സൽക്കാരമുണ്ട്. അത് പുരുഷന്, ഭർത്താവിന് മാത്രമാണ് ഇസ്ലാം സുന്നത്താക്കിയിട്ടുള്ളത്. വധുവിനോ വധുവിന്റെ രക്ഷിതാവിനോ അങ്ങനെ ഒരു സുന്നത്തില്ല. ഇസ്ലാമിക നിയമ സംവിധാനത്തിൽ എവിടെയും വിവാഹത്തോടനുബന്ധിച്ച് പെണ്ണിന്റെ കുടുംബത്തിന് സാമ്പത്തിക ചെലവുകൾ നിർബന്ധ രൂപത്തിലും വരുന്നില്ല, സുന്നത്തായ രൂപത്തിലും വരുന്നില്ല. സാമ്പത്തിക ശേഷിയുള്ളവർ വല്ലതും നടത്തുന്നുവെങ്കിൽ അത് അനുവദനീയമാണ്, മുബാഹ് ആണ്, വിരോധം ഇല്ല എന്ന് മാത്രം. സ്ത്രീധനത്തിന്റെ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിചാരമുണ്ട്. ഒന്നാം സ്ഥാനം നൽകുന്നത് സമ്പത്തിനാണെങ്കിൽ അത് പരാജയത്തിന്റെ മാർഗമാണ് എന്ന് ആ ഹദീസിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചെറിയ തോതിലൊന്ന് ഓർമ്മപ്പെടുത്താം. കുറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരുമായുള്ള ബന്ധത്തിലൂടെയൊക്കെ നല്ല ഫലങ്ങളുണ്ട്. കുറെയൊക്കെ ആ സ്ത്രീധന മോഹം നമ്മുടെ ചെറുപ്പക്കാരുടെ കുറെയൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിപ്പോകാറുണ്ട്, പകരം മറ്റെന്തോ അപകടം മനസ്സിൽ കൂടുന്നുണ്ടോ എന്ന്. ചില ചെറുപ്പക്കാർ പലരും നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പറയും, ഉസ്താദെ നമുക്ക് സ്ത്രീധനം വേണ്ട, ആഭരണം ഒന്നും വേണ്ട, പക്ഷെ നല്ല സൗന്ദര്യമുണ്ടായിരിക്കണം, നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെ സൗന്ദര്യത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ടോ എന്നത് ഇത്തിരി ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. സൗന്ദര്യം തീരെ പരിഗണിക്കരുതെന്നല്ല പറയുന്നത്, സൗന്ദര്യത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ വളർന്നു വരേണ്ടത്, എനിക്ക് മതത്തിനാണ് ഒന്നാം സ്ഥാനം. അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തുണ്ട്. അതുമായുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അടുത്ത് ഞാൻ പറയാനുള്ളത്. എനിക്ക് കിട്ടുന്ന ഇണ നല്ല വിശ്വാസവും നല്ല ചിട്ടയുമുള്ളവളായിരിക്കണം.
ഞാൻ നല്ല വിശ്വാസവും ചിട്ടയുമുള്ള മുസ്ലിം കുടുംബത്തിൽ നിന്ന് അഹ്ലുസുന്നയുടെ കുടുംബത്തിൽ നിന്നായിരിക്കണം ഞാൻ നിക്കാഹ് ചെയ്യേണ്ടത്. എന്റെ ഏറ്റവും മർമ്മം അതാണ്. ബാക്കി എന്തും നമുക്ക് അവഗണിക്കാം, വേറൊന്നും തീരെ വേണ്ടെന്നല്ല. ഇങ്ങോട്ടെ ഇതാണ് വിജയം, ഇതാണ് വളർച്ച. സ്ത്രീധനം വേണ്ട, സൗന്ദര്യം നല്ലോ വേണം. സൗന്ദര്യം ഉണ്ടായ മറ്റൊന്നൊരു വിഷയമല്ല എന്ന ചിന്ത സന്തോഷകരമല്ല, അത് ആശങ്കാജനകമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീധനം ഒരുപക്ഷെ എല്ലാവരും കൂടി നാട്ടുകാരൊക്കെ കൂടി സംഘടിപ്പിച്ചാൽ നടത്താൻ കഴിയും. സൗന്ദര്യം അതിനും മാർഗമില്ല. സൗന്ദര്യം കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ നമ്മുടെയൊക്കെ വീടുകളിൽ, നാടുകളിൽ ധാരാളം പെൺകുട്ടികൾ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ട് എന്നത് ഇതിനോട് ചേർത്ത് നാം വായിക്കേണ്ട മറ്റൊരു ഭാഗം തന്നെയാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുത്തുനബി എന്താ പറഞ്ഞത്? ദീനിനൊന്നാം സ്ഥാനം നൽകണം, എന്നാ വിജയമുണ്ട്. ദീനല്ലാത്ത മറ്റെന്തിനായാലും, അത് സമ്പത്തിനായാലും, അത് തറവാട് മഹിമക്കായാലും, അത് സൗന്ദര്യത്തിനായാലും, ദീനല്ലാത്ത മറ്റെന്തിനും ഒന്നാം സ്ഥാനം നൽകിയാൽ അത് പരാജയത്തിന്റെ മാർഗമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീരെ സൗന്ദര്യം വേണ്ടെന്നല്ല പറയുന്നത്. ലൈംഗികമായ വിഷയം ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം നിക്കാഹിനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പൂർത്തീകരണത്തിന് സൗന്ദര്യവും ആവശ്യമായി വരും. ഒരു മിതമായ സൗന്ദര്യമൊക്കെ ദീനോടൊപ്പം അതും കൂടി കിട്ടിയാ നല്ലതാ. ദീനില്ലാത്ത സൗന്ദര്യം പേടിക്കേണ്ടതാ. ദീനില്ലാത്ത സൗന്ദര്യം പേടിക്കണ്ട. ഇനി ദീനുണ്ടെങ്കിൽ തന്നെ അമിത സൗന്ദര്യം ആഗ്രഹിച്ചുകൂടാ. നമ്മുടെ എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. അസാധാരണ സൗന്ദര്യമുള്ള പെണ്ണിനെ നിക്കാഹ് ചെയ്യൽ കറാഹത്താണ് കേട്ടോ. അസാധാരണമായ സൗന്ദര്യം, അവളിങ്ങനെ പുറത്തിറങ്ങുമ്പോ എല്ലാവരും നോക്കും, കൊള്ളാലോ, എല്ലാരെ കണ്ണുകളും അങ്ങോട്ട് നീളാൻ സാധ്യതയുണ്ട്. ഭർത്താവിന് ഗൾഫിൽ പോകാൻ ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാരെ കണ്ണും നീണ്ടു വരാവുന്ന ഒരു സൗന്ദര്യമുള്ളവളാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോന്നാ എന്തൊക്കെയാകും, ആരൊക്കെ പിന്നാലെ കൂടും, ആശങ്ക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ദീനിന് ഒന്നാം സ്ഥാനം നൽകണം. അതിന്റെ കുറെ പിന്നിലായി സൗന്ദര്യം പരിഗണിക്കുന്നത് ഇസ്ലാം നിരോധിച്ചിട്ടൊന്നുമില്ല. അതേസമയം സൗന്ദര്യം പരിഗണിക്കുമ്പോഴും അസാധാരണ സൗന്ദര്യം, അമിത സൗന്ദര്യം, സാധാരണക്കപ്പുറത്തുള്ള എല്ലാവരും കണ്ണ് തുറിച്ചു നോക്കാവുന്ന രൂപത്തിലുള്ള ഒരു സൗന്ദര്യം, അത്തരമുള്ള സൗന്ദര്യ ആ രൂപത്തിലുള്ള സുന്ദരിയെ നിക്കാഹ് ചെയ്യുന്നതിൽ കറാഹത്തിന്റെ നിയമപ്രശ്നമുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഹ്താജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സൗന്ദര്യത്തിന് ഒന്നാം സ്ഥാനം നൽകുക. ഒന്നാം സ്ഥാനം ദീനിന് നൽകണം. ദീൻ എന്ന് പറയുമ്പോൾ ദീൻ വിശ്വാസവും കർമ്മവും ആണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലും കൂടി നടത്തുകയാണ്. ഇന്നത്തെ പത്രത്തിലെ ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിരിക്കും. ഞാൻ സിറാജ് പത്രമാണ് നോക്കിയത്, അതിലുണ്ട്, മറ്റു പത്രങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിദഅത്തിലേക്ക് പോയി വഹാബിസത്തിലേക്ക് പോയതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ ഭാര്യയ്ക്ക് ചെലവ് നൽകേണ്ട കാര്യമില്ല, കോടതിയുടെ ഇടപെടൽ ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഇടയിൽ ധാരാളം സുന്നി കുടുംബങ്ങളിൽ നിന്ന്, യഥാർത്ഥ ഇസ്ലാമിന്റെ പാരമ്പര്യ കുടുംബങ്ങളിൽ നിന്ന് വേണ്ടത്ര ഗൗരവം ശ്രദ്ധിക്കാതെ പല പെൺകുട്ടികളെയും മുബ്തദികളിലേക്ക് നിക്കാഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ രംഗം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ല. മുൻകാലത്തേക്കാൾ അത് വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത് ഒരു 5-6 മാസത്തിനുള്ളിൽ ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇടപെട്ട ആ സ്വഭാവത്തിലുള്ള ഒരു 3 കേസുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്ന്, പെൺകുട്ടി, സുന്നി കുടുംബത്തിലുള്ള പെൺകുട്ടിയുടെ നിക്കാഹ് ഉറപ്പിച്ചു വെച്ചു. ഭർത്താവ് ആയി വരുന്ന വരൻ ഒരു സുന്നി വിരുദ്ധനാണ്, അഹ്ലുസുന്നയുടെ ഭർത്താവ് അല്ല. പെൺകുട്ടിക്ക് താല്പര്യമില്ല. പെൺകുട്ടി കരയുകയാണ്. കാരണം ആ പെൺകുട്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനിയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ 10ാം ക്ലാസ് പഠിച്ച ഒരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ അവൾക്ക് വിദഅത്തിനെ കുറിച്ചുള്ള അപകടം ചെറിയ തോതിലെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസ സംവിധാനത്തിന്റെ നേട്ടമാണ്. 10ാം ക്ലാസ് മദ്രസയിൽ പഠിച്ച ആ പെൺകുട്ടി ഫോണിലൂടെ എന്നോട് സംസാരിച്ചു, ഉസ്താദ് ഉപ്പയോടൊന്ന് പറയണം, എനിക്കത് താല്പര്യമില്ല, വഹാബിയെ കൊണ്ടുള്ള നിക്കാഹ് എനിക്ക് താല്പര്യമില്ല, ഉപ്പ അത് ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 2-3 സമാന വിഷയങ്ങൾ. ചിലത് പെൺകുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, ഓൾക്ക് അതിന്റെ അപകടമൊന്നും അറിയൂല. ചിലത് പെൺകുട്ടികൾ. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നി കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ സുന്നി അല്ലാത്ത കുടുംബത്തിലെ പുരുഷന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല.
ദീനിനാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത്. ഫദ്ഫർ ബിദാത്തി ദീൻ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ നടക്കേണ്ടതുണ്ട്. നമ്മുടെ സമാപന പരിപാടിയുടെ മുമ്പ് നമ്മുടെ വേദി വേഗത്തിൽ പിരിയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദീനിൽ ഒന്നാം സ്ഥാനം നൽകുക എന്ന് പറയുമ്പോൾ വിശ്വാസവും കർമ്മവുമാണ് ദീന്. അതിലേറെ പ്രാധാന്യമാണ് വിശ്വാസം. വിശ്വാസത്തിൽ അബദ്ധം പറ്റിയവനാണ് മുബ്തദി. വിശദീകരിക്കുന്നില്ല. മുബ്തദീന് നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുത്തൂട. ഒരു മനസ്സാക്ഷി കുറ്റം അനുഭവപ്പെടാത്തവരുണ്ട്. ഞാൻ തന്നെ ഒരു രക്ഷിതാവിനോട് സംസാരിച്ച ഉസ്താദ് നല്ല നിസ്കാരമൊക്കെ ഉള്ള ചിട്ടുള്ള കുട്ടിയാണ് എന്നാ പറയുന്നത്. നിസ്കാരല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാ. നിസ്കാരം കൊണ്ട് മാത്രം പോരാ, നിസ്കാരം കാതിയാലിക്കും നിസ്കാരം. അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ അത് ബാധിക്കും. ധാരാളം വിശുദ്ധ ഖുർആനും ഹദീസ് വചനങ്ങളും ഒക്കെ മുബ്തദിയുമായുള്ള ഇടപെടലിനെ കുറിച്ച് ശക്തമായ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട്. വഇത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ഹജ്രിൽ മുബ്തദിഅത്തി വശദീദിൽ ഇൻകാരി അലൈഹിം വദമ്മിഹിം വഖത്ഇ സ്വഹബത്തി മഅഹും. മുസ്ലിം ഉമ്മത്തിലെ പൂർവികരായ സർവ്വ ഇമാമുകളും സജ്ജനങ്ങളും ഏകോപിച്ച കാര്യമാണ് അഹ്ലുസുന്നയുടെ പുറത്തുള്ള കക്ഷികളുമായി ബന്ധപ്പെടരുതെന്നും അവരുമായി നിസ്സഹകരിക്കണമെന്നതും അത് സർവസമ്മതമായി ഇജ്മാഅ് രൂപത്തിൽ മുസ്ലിം ലോകത്തിന്റെ കീഴ്വഴക്കമാണെന്ന് പ്രമുഖനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. മുബ്തദീന് ഒരു സുന്നി പെൺകുട്ടിയെ മുബ്തദീന് നിക്കാഹ് ചെയ്തു കൊടുത്താൽ നിക്കാഹ് സ്വഹീഹാണോ അല്ലേ? 4 രൂപങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിൽ 3 രൂപത്തിലും നിക്കാഹ് തന്നെ സ്വഹീഹല്ല, നിക്കാഹ് ബാത്തിലാണ്. ഞാൻ വിശദീകരിക്കാം. സുന്നി പെൺകുട്ടിയെ മുബ്തദീനെ കൊണ്ട്, സുന്നിയല്ലാത്തവനെ കൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുത്താൽ നിക്കാഹ് സ്വഹീഹാണോ അല്ലേ? 4 രൂപങ്ങൾ അവിടെ വരുന്നുണ്ട്. 3 രൂപത്തിലും നിക്കാഹ് സഹീഹ് അല്ല, ബാത്തിലാണ്. അവര് ഭാര്യ ഭർത്താക്കളാവുകയില്ല. ഏതാ ഒരു രൂപം? ഒന്ന്, പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെയാണ് സുന്നിയല്ലാത്ത ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു സുന്നി പെൺകുട്ടിയെയാണ് സുന്നിയല്ലാത്ത ഒരു പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുത്തത് എങ്കിൽ ആ നിക്കാഹ് തന്നെ സ്വഹീഹ് അല്ല, നിക്കാഹ് ബാത്തിലാണ്. കാരണം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അനുവാദം ഇസ്ലാം ഉപ്പക്കും ഉപ്പാപ്പക്കും നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ കഫാഅത്ത് ശർത്താണെന്നും കഫാഅത്ത് ഇല്ലാതെ പോയാൽ ആ നിക്കാഹ് സ്വഹീഹല്ലെന്നും ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള നമ്മുടെ കർമ്മശാസ്ത്ര ഇമാമുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. സുന്നി കുടുംബത്തിലെ സുന്നിയായ പെൺകുട്ടിയെ സുന്നിയല്ലാത്ത പുരുഷനെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ കർമ്മശാസ്ത്രപരമായ 4 രൂപങ്ങൾ അവിടെയുണ്ട്. അതിൽ 3 രൂപത്തിലും ആ നിക്കാഹ് സ്വഹീഹ് അല്ല, ബാത്തിലാണ്. ഒരു രൂപം പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ, സുന്നി പെൺകുട്ടിയെ മുബ്തദീന് വഹാബിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കൊക്കെ നിക്കാഹ് ചെയ്തു കൊടുത്താൽ ആ നിക്കാഹ് സ്വഹീഹ് അല്ല, ബാത്തിലാണ്. അവർക്ക് ഭാര്യ ഭർത്താക്കളായി ജീവിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. 1. 2, പ്രായപൂർത്തിയായിട്ടുണ്ട്, പ്രായം തികഞ്ഞ പെണ്ണിനെയാണെങ്കിലും മുബ്തദീന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആ പെണ്ണിന്റെ സ്പെഷ്യൽ സമ്മതമില്ലാതെയാണ് നിക്കാഹ് നടന്നതെങ്കിൽ ആ നിക്കാഹും ബാത്തിലാണ്. നിക്കാഹിനുള്ള കേവല സമ്മതം പോരാ, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ സമ്മതാണെന്ന് പറഞ്ഞു, അതുപോരാ. മുബ്തദിയായ ഭർത്താവാണ് എന്റെ ഭർത്താവ് എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് വരുന്ന ഭർത്താവ് വഹാബിയാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അത് പ്രത്യേകം ആ പെൺകുട്ടിക്ക് സമ്മതമില്ലെങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്, സ്വഹീഹല്ല. കാരണം പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ കഫാഅത്ത് ലംഘിക്കപ്പെടണമെങ്കിൽ പെണ്ണിന്റെ സമ്മതം നിർബന്ധമാണ് എന്നാണ് നമ്മുടെ മദ്ഹബിന്റെ കൃത്യമായ നിയമം. 2. 3, ഖതീബുമാർ, ബഹുമാന്യരായ ഖതീബുമാർ ഈ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ഓർക്കണമെന്ന് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ചില സ്ഥലത്തൊക്കെ നമ്മുടെ ഇടപെടലുകൾക്ക് പരിമിതികൾ ഉണ്ടാവാം. കാരണം നമ്മൾ നിക്കാഹ് ചെയ്തു തരില്ല എന്ന് പറഞ്ഞാലും നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഒരു 100 കൂട്ടം ആളുകൾ തയ്യാറുള്ള കാലമാണ്. എന്നാൽ സുന്നി പെൺകുട്ടിയെ മുബ്തദീന് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന 4 രൂപങ്ങളിൽ 3ലും നമുക്ക് കർക്കശമായി ഇടപെടാൻ ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. കാരണം ആ 3 രൂപത്തിലും നിക്കാഹ് തന്നെ സ്വഹീഹല്ല, ആര് ചെയ്തു കൊടുത്താലും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞാൻ ഖത്തീബായി നിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു സുന്നി പെൺകുട്ടിയെ ഒരു സഹോദരൻ മുൻകൈയെടുത്തുകൊണ്ട് വഹാബിയായ പുരുഷനെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഉറപ്പിച്ചു. നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഖത്തീബ് ഞാനാണ്. അപ്പോൾ ആ പെണ്ണിന് 3-4 ആങ്ങളമാരുണ്ട്. അതിൽ മൂത്ത ആങ്ങള എന്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടം പറഞ്ഞു.
ഓന് പൈസക്കാരൻ ചെറിയവനാണ്, ഓന്റെ അടുത്താണ് പണമൊക്കെ ഉള്ളത്. ഓന്റെ കൂട്ടുകാരനായ ഒരു വഹാബിക്കാണ് നിക്കാഹ് കൊടുക്കുന്നത്. എന്താ ചെയ്യാ ഉസ്താദ്, എന്റെ അടുത്ത് പണമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ കെട്ടിക്കഴിഞ്ഞ് എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയൂല, കാരണം നമ്മളെ വാപ്പാർക്കും വല്യപ്പാർക്കും അത് ഇഷ്ടമല്ല. ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ ഈ വാക്ക് മുറച്ചു നിൽക്കോ? നിങ്ങൾ ഈ വാക്ക് മുറച്ചു നിൽക്കുമെങ്കിൽ നിക്കാഹ് ചെയ്ത് കൊടുക്കൂല എന്ന് ഞാൻ തീർത്ത് പറയാം. നിക്കാഹ് സഹിയല്ല എന്ന് പറയാം. വേറെ ആരെങ്കിലും നിക്കാഹ് ചെയ്ത് കൊടുത്താൽ ആ നിക്കാഹ് സഹിയല്ല എന്ന് നമുക്ക് ലഘുലേഖ അടിച്ച് വിതരണം ചെയ്യാം. കാരണം എന്താ മസല പറയാം. ഒരു പെണ്ണിന് ഒരേ ഗ്രേഡിലുള്ള രക്ഷിതാക്കൾ ഒന്നിലേറെ ഉണ്ടാകുമ്പോൾ ആ പെണ്ണിന് സമ്മതമാണെങ്കിൽ പോലും ആ രക്ഷിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് സമ്മതമല്ലെങ്കിൽ മുബ്തദീനുള്ള നിക്കാഹ് സ്വഹീഹല്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം. 3 രൂപങ്ങളെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി പ്രത്യേകം ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓർമ്മപ്പെടുത്തലാണിത്. അപ്പൊ ആ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ഖത്തീബുമാരോട് ഇക്കാര്യം കൂടുതലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3 രൂപത്തിൽ നിക്കാഹ് സ്വഹീഹല്ല. നമുക്ക് കൃത്യമായി ഇടപെടാൻ അവിടെ അവകാശം അനുവദനീയമാണ്. ആ നിക്കാഹ് മറ്റൊരാൾ ചെയ്തു കൊടുത്താൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മറ്റു മദ്ഹബിലും സമാനമായ നിയമങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വിശദീകരണം നടത്തുന്നത് ഷാഫിഈ മദ്ഹബ് ആയതുകൊണ്ടാണ് ആ ഒരു ഉപാധിയും കൂടി വെച്ചത്. അതിന് വിരുദ്ധമായി നടന്ന നിക്കാഹ് സ്വഹീഹല്ലെന്ന് പറയാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുന്നു, മർമ്മമായി മനസ്സിലാക്കേണ്ട ഭാഗമായതുകൊണ്ട്. പ്രായം തികഞ്ഞിട്ടില്ലാത്ത സുന്നി പെൺകുട്ടിയെ സുന്നിയല്ലാത്ത പുരുഷനെ നിക്കാഹ് ചെയ്തു കൊടുത്താൽ നിക്കാഹ് അസാധുവാണ്, ബാത്തിലാണ്, സഹീഹല്ല. ഇസ്ലാമികമായി അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള വകുപ്പില്ല. 1. 2, പ്രായം തികഞ്ഞ പെണ്ണാണെങ്കിൽ പോലും വഹാബിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് ആ പെണ്ണിന് പൊരുത്തമല്ലെങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്, സഹീഹല്ല. 2. 3, ഒരു പെണ്ണിന് ഒരേ ഗ്രേഡിലുള്ള കുറെ രക്ഷിതാക്കളുണ്ടെങ്കിൽ ഉപ്പയാവുമ്പോ ഒരു ഉപ്പ ഉണ്ടാവുമല്ലോ, സഹോദരന്മാരാണുള്ളത്, ആങ്ങളമാരാണ്. പെണ്ണിന് ഉപ്പയില്ല, പിതാവും പിതാമഹനുമില്ല, ആങ്ങളമാരാണുള്ളത്. പെണ്ണിന് 4 ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ 5 ആങ്ങളമാരുണ്ട്. ഈ എല്ലാ ആങ്ങളമാരും ആ പെണ്ണിന്റെ വലിയാണ്, വിലായത്തുള്ളവരാണ്. പെണ്ണിനും സമ്മതമാണ്, ചില രക്ഷിതാക്കൾക്കും സമ്മതമാണെങ്കിൽ പോലും അതേ ഗ്രേഡിലുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവിന് ആ മുബ്തദീന് നിക്കാഹ് ചെയ്തു കൊടുക്കൽ മനപ്പൊരുത്തമില്ലെങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണ്, സ്വഹീഹല്ല. യുഫറഖു ബൈനഹുമാ, നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിലും ആ പുരുഷനെയും സ്ത്രീയെയും വേർതിരിച്ചു നിർത്തണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഷാഫിഈ മദ്ഹബിലെ അവസാന വാക്കായി ഗണിക്കപ്പെടുന്ന തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചു. അവിടെയാണ് ഞാൻ ഇടപെട്ടത്. കാരണം മൂത്താങ്ങളെ പറയുന്നു വഹാബിക്കാൻ നിക്കാഹ് കൊടുക്കുന്നത് എനിക്കിഷ്ടല്ല, കാരണം ഓൻ നമ്മളുമായി ബന്ധമുള്ള ആളാണ്. പക്ഷെ എന്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ ഞാൻ നടത്തൂലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ഇത് ഉറച്ചു നിൽക്കുമെങ്കിൽ ഞാൻ പറയാം നിക്കാഹ് ഞാൻ ചെയ്യൂല, സഹിയല്ല. വേറെ ആരെങ്കിലും ചെയ്തു കൊടുത്താലോ സഹിയല്ല, അത് നമുക്ക് നമ്മുടെ ചെലവിൽ ലഘുലേഖ അടിച്ച് വിതരണം ചെയ്യാം. ശക്തമായ എന്റെ ഇടപെടൽ കൊണ്ടും എന്റെ ഇടപെടൽ കൊണ്ടല്ല, ആ മൂത്ത സഹോദരന്റെ കടുംപിടുത്തം കൊണ്ട് ആ നിക്കാഹ് നടക്കാതെ പോയിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഉണ്ടായിരുന്ന കാലത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലമാണ്, കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ നാട്ടിലെ സംഭവമായതുകൊണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട തറവാട്ടിൽ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിക്ക് പ്രായം തികഞ്ഞിട്ടില്ല, പെൺകുട്ടിയെ സുന്നിയല്ലാത്ത ഒരു പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സംവിധാനം വന്നപ്പോൾ വളരെ ശക്തമായി ഉപ്പ ഇടപെടുകയും കല്യാണം നിശ്ചയിച്ചു. നേരത്തെ വിവരം കൊടുത്തിരുന്നു, ഇടപെടണ്ട, കല്യാണം നിശ്ചയിക്കണ്ട, കല്യാണം നടക്കാൻ പറ്റില്ല, അത് പ്രായം തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മൊത്തം. പ്രായം തികഞ്ഞ പെണ്ണ് രക്ഷിതാക്കളൊക്കെ സമ്മതിച്ചാൽ പിന്നെ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. പെണ്ണിന് പ്രായം തികഞ്ഞിട്ടില്ല. അന്നൊക്കെ ആ രൂപത്തിൽ നിക്കാഹ് കൂടുതൽ നടക്കാറുണ്ടല്ലോ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് നേരത്തെ ഉപ്പ പറഞ്ഞിരുന്നു, വലിയ ബന്ധമുള്ള കുടുംബമാണ്, ഉപ്പ നേരത്തെ വിവരം കൊടുത്തിരുന്നു നിക്കാഹ് നടക്കൂല, കാരണം നിങ്ങൾ ഉദ്ദേശിച്ച പുരുഷൻ വഹാബിയാണ്, പെണ്ണിന് പ്രായം തികഞ്ഞിട്ടില്ല. പ്രായം തികയാത്ത പെണ്ണിന് ആ രൂപത്തിൽ നിക്കാഹ് കൊടുത്താൽ നിക്കാഹ് സഹിയാവൂല. പിന്നെ അതൊക്കെ എന്തെങ്കിലും വകുപ്പുണ്ടാവുമല്ലോ എന്നുള്ള ചിലരുടെ, അല്ലെങ്കിൽ ഉപ്പയൊക്കെ വലിയ സൗഹാർദ്ദ ബന്ധം, അതൊക്കെ ഉസ്താദിന്റെ മൗലവിക്കാക്കിന്റെ മസല ഉണ്ടാക്കി തരണം എന്നുള്ള ആ ഇതിന്റെ പേരിൽ കല്യാണമൊക്കെ അങ്ങ് നിശ്ചയിച്ചു. കല്യാണം നടന്നു, ബിരിയാണി വെച്ചു, ബിരിയാണി വിളമ്പി. ബാപ്പന്ന് അവിടെ തന്നെ പോയിരുന്നു, ആ കല്യാണ വീട്ടിൽ തന്നെ. കാരണം ഇങ്ങോട്ട് കിടക്കണ്ടെന്ന് അറിയാനോട്ട് വയ്യാണ്. ബാപ്പടെ പോയിരുന്നു, നിക്കാഹ് നടന്നില്ല. അവർ വേറെ പലരെ അടുത്ത് പോയി. സമീപ മഹലിലെ ചില ഖത്തീബുമാർ വന്നു, ബാപ്പ ഇടപെട്ടു, നിങ്ങൾ എങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കും? വന്നവർ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടാക്കേണ്ടി വന്നു. അത് രണ്ടത്താണ് സെയ്ദ് മൗലവി ജീവിച്ചിരിക്കുന്നുണ്ട്, വഹാബിയായ. ഭർത്താവായി വരുന്ന പുരുഷന്റെ കുടുംബം വഹാബി ആയതുകൊണ്ട് അവർ സെയ്ദ് മൗലവി എടുത്തും ബന്ധപ്പെട്ടു. സെയ്ദ് മൗലവി ചോദിച്ചു, കുഞ്ഞാമൂലിയർ എന്തേ പറഞ്ഞു? കുഞ്ഞാമൂലിയർ പറ്റൂല എന്നാ പറഞ്ഞത്. സെയ്ദ് മൗലവി പറഞ്ഞു, അതിന്റെ പിന്നിൽ നടക്കാതിരിക്കലാണ് നല്ലത്. ചുരുക്കത്തിൽ ബിരിയാണി വഹിച്ചു, നിക്കാഹും കല്യാണമൊന്നും നടക്കാതെ പിരിഞ്ഞു പോകേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ആലിമ്യങ്ങൾക്ക് ശക്തമായി, അത് കുടുംബത്തുമായിട്ടുള്ള വാശി കൊണ്ടല്ല, കുടുംബത്തിന്റെ സൗഹാർദ്ദം തകർന്നിട്ടുമില്ല.
കൂടുതൽ ഞാൻ എന്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല, ഒരു പൊതുവെയുള്ള സംസാരമാണല്ലോ. അപ്പൊ നമ്മുടെ ഉസ്താദുമാർ 3 രൂപങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഈ 3 രൂപത്തിലും മുബ്തദിയുമായിട്ടുള്ള നിക്കാഹേ സഹീഹല്ല, നമുക്ക് ശക്തമായി ഇടപെടാൻ അവിടെ മസ്അലകൾ അനുവദിക്കുന്നുണ്ട്. 4ാമത്തെ ഒരു രൂപം, അതെന്താ? പ്രായം തികഞ്ഞ പെണ്ണിന് സമ്മതമാണ്. എന്ത്? നിക്കാഹിനല്ല, വഹാബിക്ക് നിക്കാഹ് കൊടുക്കാൻ തന്നെ സമ്മതം. രക്ഷിതാക്കൾ ഒരേ ഗ്രേഡിലുള്ള എല്ലാ രക്ഷിതാക്കൾക്കും സമ്മതമാണ്. എന്നാൽ നിക്കാഹ് ബാത്തിലാണെന്ന് പറയാൻ കഴിയില്ല, നിക്കാഹ് സഹീഹ് ആണ്. എന്നാൽ പോലും ആ നിക്കാഹ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതോ അനുവദിക്കുന്നതോ അല്ല, ഇസ്ലാം അത് നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ്. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മൻ സവ്വജ കരീമതഹു മിൻ മുബ്തദിഇൻ ഫഖദ് ഖതഅ റഹ്മഹാ. ഖുർആൻ വചനങ്ങളും ഹദീസ് വചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു പാഠം. ഹദീസുകളെല്ലാം കൂടി ഇവിടെ അവതരിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മൻ സവ്വജ കരീമതഹു മിൻ മുബ്തദിഇൻ ഫഖദ് ഖതഅ റഹ്മഹാ. ഒരു പിതാവ് തന്റെ പുന്നാര മകളെ വിവാഹം ചെയ്തു കൊടുത്തത് ഒരു മുബ്തദിയായ സുന്നിയല്ലാത്ത പുരുഷനാണെങ്കിൽ അവളുമായുള്ള രക്തബന്ധം മുറിച്ചു മാറ്റിയിരിക്കുന്നു. കാരണം ഒരിക്കലും ഒരു പിതാവ് മകളോട് ഈ കൊലച്ചതി ചെയ്തുകൂടാ. ഒരു ആങ്ങള തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വിവാഹം ചെയ്തു കൊടുത്തത് ഒരു മുബ്തദീനാണെങ്കിൽ ഫഖദ് ഖതഅ റഹ്മഹ, ആ രക്തബന്ധം മുറിച്ചു മാറ്റുന്നതിനോട് തുല്യമാണത്. കാരണം എന്താ? من أحب صاحب بدعة أحبط الله عمله وأخرج نور الإيمان من قلبه. ഒരു മുബ്തദീനെ ഒരാൾ സ്നേഹിച്ചാൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു തള്ളിക്കളയുകയും ഈമാനിന്റെ പ്രകാശം അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു എടുത്തു കളയുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ തിരുവചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള പാഠം. എങ്കിൽ എന്റെ മകളെ ഞാൻ മുബ്തദീനെ നിക്കാഹ് കൊടുത്താൽ ഭർത്താവ് എന്ന നിലയ്ക്ക് ഇന്ന് മുതൽ എന്റെ മകൾ സ്നേഹിക്കേണ്ട ആരെയാണ്? ആ മുബ്തദീനാണ്. എന്റെ മകളുടെ നിയന്ത്രണം ആ മുബ്തദീന്റെ കയ്യിലാണ്. മുബ്തദീനെ എന്റെ മകൾ സ്നേഹിച്ചാൽ എന്റെ മകളുടെ മനസ്സിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരു പിതാവ് മകളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പണി ചെയ്യാമോ? അതുകൊണ്ട് നിക്കാഹ് സഹീഹാകുന്ന 4 രൂപത്തിൽ പോലും സുന്നി പെൺകുട്ടിയെ മുബ്തദീന് നിക്കാഹ് ചെയ്തു കൊടുക്കരുതെന്നും അത് ബിദ്അത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാണെന്നും അത് അവളുടെ ഈമാൻ നഷ്ടപ്പെടാൻ വരെ കാരണമാകുമെന്നും നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച ഭാഗം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഭാര്യ-ഭർത്തൃ ജീവിതത്തിലൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നീട്ടിപ്പരത്തുന്നില്ല. ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള പ്രയോഗം തന്നെ മലയാളത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ആരുടേതോ ആണ്. ഇസ്ലാമിൽ സൗജാനിയാണ്, ഇണയാണ്. ഭർത്താവിന്റെ ഇണയാണ് ഭാര്യ, ഭാര്യയുടെ ഇണയാണ് ഭർത്താവ്. ആണും പെണ്ണിനും ഇണയായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കാണുന്നത്. ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവനും ഭാര്യ എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടുന്നവളും എന്നൊരർത്ഥം അതിനുണ്ട്. പരിമിതമായ അർത്ഥത്തിൽ അതിൽ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു വശമുണ്ടെങ്കിൽ പോലും ഞാനൊരു ഭർത്താവാണ്. എന്നോട് അടുത്തൊരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട ഒരാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് ഞാനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യമില്ലല്ലോ എന്നാ പറഞ്ഞു തരികയാണ്. ഒരു മനുഷ്യൻ ആർക്കെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഭാര്യ പുതിയാപ്പളക്ക് സുജൂദ് ചെയ്യണം എന്നല്ലേ? എന്നിട്ട് ഓള് ഇങ്ങനെ നിൽക്കണേ, ഞാൻ പറഞ്ഞത് ഓളാണ് കേൾക്കണ്ടേ? അതാ നമ്മൾ പലരും അവിടെയാണുള്ളത്. ആ ഹദീസ് നമ്മൾ നന്നായി ഓർത്തു വെച്ചിക്കണേ. ആർക്കെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണം എന്നല്ലേ? എനിക്ക് സുജൂദ് ചെയ്യേണ്ടോളല്ലേ ഓള്? ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഓള് നരകത്തിലായിരിക്കും. ഈ ചിന്ത ഭർത്താക്കന്മാർക്ക് നല്ലതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭർത്താവുണ്ട്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിക്കും. ഭാര്യയോട് നല്ല രൂപത്തിൽ ഇടപെടുന്നവൻ, സ്നേഹത്തോടെ ദയയോടെ, മറക്കേണ്ടത് മറന്നുകൊണ്ട്, പൊറുക്കേണ്ടത് പൊറുത്തു കൊടുത്തുകൊണ്ട് സ്നേഹപൂർവ്വം ഇടപെടുന്ന ഭർത്താവ് ഭാര്യയോട് നല്ല രൂപത്തിൽ ഇടപെടുന്നവനാണ് അല്ലാഹുവിൽ ഉന്നത സ്ഥാനത്തെത്തുന്നവനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ സൗഹൃദ സംഗമത്തിൽ നിന്ന് ഭാര്യയോടുള്ള സൗഹൃദം മെച്ചപ്പെടുത്താൻ നമ്മളൊരു തീരുമാനമെടുക്കുക. ഭാര്യയുടെ അടുത്ത് പോരായ്മകൾ ഉണ്ടാവാം, മനുഷ്യ സഹജമാണ്. അത് വിട്ടുകൊടുത്ത് മാപ്പാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി കലഹിക്കാതെ മറക്കേണ്ടതൊക്കെ മറന്നുകൊണ്ട് തിരുത്തേണ്ടത് സൗമ്യമായ ഭാഷയിൽ സ്നേഹത്തോടുകൂടി തിരുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോടുള്ള ഇടപെടലുകൾ പരിക്കനായി പോയാൽ എന്റെ അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ സ്വീകരിക്കപ്പെടാതെ പോകുമെന്ന ഭയത്തോടെ എന്റെ ഭാര്യയോടുള്ള ഇടപെടലുകൾ നല്ല രൂപത്തിലായിട്ട് അതുകൊണ്ട് വേണം എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരോട് ജീവിത പങ്കാളികളോട് ഇടപെടേണ്ടത് എന്നും അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ഭാര്യമാരോട് മുത്തനബി എടുത്ത ക്ലാസ് ഉണ്ട്. അതാണ് അവരുടെ ഭർത്താവിന്റെ തൃപ്തി ഉണ്ടായാൽ സ്വർഗത്തിലെത്താം, ഭർത്താവിനെ വെറുപ്പിച്ചാൽ നരകത്തിലെത്തേണ്ടി വരും. അത് സ്ത്രീകൾക്ക് മുത്തനബിയൊക്കെ നൽകിയ ക്ലാസ്സാണ്. സ്ത്രീകളോട് നമ്മൾ ആ ഭാഗം വിശദീകരിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ വേണ്ടത് അളന്നു മുറിച്ച കൃത്യ നിയമങ്ങളെ ചാട്ടുവാറുകളല്ല കുടുംബ ജീവിതത്തിൽ വേണ്ടത്. സ്നേഹമാണ് വേണ്ടത്, വിട്ടുവീഴ്ചയാണ് വേണ്ടത്, പരസ്പരം ഉൾക്കൊള്ളുക. ഞാൻ ചിന്തിക്കേണ്ടത് ഭാര്യയോടുള്ള ഇടപെടൽ മുഖേന ഞാൻ നരകത്തിലായിക്കൂടാ, ഭാര്യയോടുള്ള എന്റെ ഇടപെടൽ എനിക്ക് സ്വർഗത്തിന് കാരണമാവണം. എന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും മോശം വന്നു എന്ന് കരുതിയിട്ട് എന്റെ ഭാര്യ നരകത്ത് പോകാൻ ഇടവരരുത്, പടച്ചോനെ രക്ഷപ്പെടുത്തി കൊടുക്കണേ, പോരായ്മ എത്ര വന്നിക്കണമെങ്കിൽ ഓൾക്ക് ഞാൻ മാപ്പ് കൊടുക്കാം, പടച്ചോനെ രക്ഷപ്പെടുത്തണേ. ഈ ഒരു ചിന്ത ആണിനും പെണ്ണിനും വേണം. അതേസമയം കുടുംബത്തിന്റെ നേതൃത്വം പുരുഷന്റെ കയ്യിൽ തന്നെയാണ്. സ്ത്രീ പുരുഷ സമത്വം എന്നത് പ്രകൃതി വിരുദ്ധവാദമാണെന്നും ബുദ്ധിശൂന്യമാണെന്നും അത് നടപ്പുള്ള കാര്യമല്ലെന്നും വിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ജീവശാസ്ത്രം തന്നെ അക്കാര്യം ശരിവെക്കുന്നില്ല, അങ്ങോട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട്, മുസ്ലിങ്ങളുടെ നിലപാടും അങ്ങനെയാണ്. സ്ത്രീ പുരുഷ സമത്വം സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീയുടെ വ്യക്തിത്വം ഇല്ലെന്നല്ല. നിങ്ങൾ നോക്ക്, അടുത്ത ദിവസം ഒരാൾ എനിക്ക് വിളിച്ചു, ഒരു കാര്യം ചോദിച്ചു, പെണ്ണിന്റെ മഹ്റ് വിൽക്കുന്ന കാര്യം. മഹ്റ് വിറ്റാൽ നിക്കാഹ് ബാത്തിലാവോ? ഞാൻ പറഞ്ഞു, മഹ്റ് വിറ്റിച്ചിട്ട് നിക്കാഹ് ബാത്തിലാവുന്നില്ല. താലി പൊട്ടിയാൽ പൊട്ടുന്നതല്ല ഇസ്ലാമിലെ ദാമ്പത്യം. താലി പൊട്ടിച്ചിട്ട് ദാമ്പത്യം പൊട്ടൂല. മഹ്റ് വിറ്റു, പക്ഷേ ഞാൻ അതിന്റെ കൂടെ കൂട്ടിക്കൊടുത്തു, മഹ്റ് പെണ്ണിന്റെ സമ്പത്താണ്. പെണ്ണിന്റെ ഏത് സമ്പത്ത് എടുക്കണമെങ്കിലും വിൽക്കണമെങ്കിലും അതിന് പൂർണ്ണമായി പെണ്ണിന്റെ സമ്മതമാണ്. അതാണ് ഇസ്ലാം. പെണ്ണിക്ക് ഭാര്യയായി എന്നതുകൊണ്ട് അവളുടെ വ്യക്തിത്വം ഇസ്ലാം നഷ്ടപ്പെടുത്തിയിട്ടില്ല. സ്വത്ത് സമ്പാദിക്കാനും സ്വത്ത് കൈവശം വെക്കാനും തന്റെ സ്വത്തുകളുടെ പൂർണ്ണ അധികാരം ഇസ്ലാം പെണ്ണിന് തന്നെ കൊടുത്തിട്ടുണ്ട്. പെണ്ണിന്റെ സമ്പത്ത് ഭർത്താവ് പെണ്ണറിയാതെ വിറ്റാൽ ആ വിൽപ്പന അസാധുവാണ്, സ്വഹീഹല്ല. പെണ്ണിന്റെ തൃപ്തിയില്ലാതെ പെണ്ണിന്റെ സമ്പത്ത് ഭർത്താവ് എടുക്കാനോ വിൽക്കാനോ പാടില്ല. ഇങ്ങനെ തുടങ്ങി പെണ്ണിന്റെ അവകാശങ്ങളെല്ലാം ഇസ്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രകൃതിപരമായി തന്നെ ദുർബലരായ അവഗണിക്കപ്പെടുന്ന രണ്ട് വിഭാഗമുണ്ട്. അവരുടെ അവകാശം തടഞ്ഞു വെക്കുന്നത് ഏറ്റവും വലിയ ഗൗരവമുള്ള തെറ്റാണെന്നും അത് അൽ മർഅതു വൽ യതീം, ഒന്ന് അനാഥയാണെന്നും ഒന്ന് സ്ത്രീയാണെന്നും. സ്ത്രീയുടെ അവകാശം തടഞ്ഞു വെക്കുന്നത്, അവളെ അവഗണിക്കുന്നത് വളരെ ശക്തമായ പാപമാണെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് മുസ്ലിങ്ങളുടെ നേതാവ് ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ചില കുടുംബത്തിന്റെ ഒക്കെ റാണി പെണ്ണാണ്. അത് പ്രകൃതി വിരുദ്ധമാണ്, അത് പ്രകൃതി വിരുദ്ധമാണ്. പെണ്ണ് പറയുന്നതനുസരിച്ച് കെട്ടിയോളായി നിന്ന് കൊടുക്കുന്ന ഭർത്താക്കന്മാർ, ഹദീസുകളിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട്. അത് കുടുംബത്തിന്റെ ഭദ്രതയെ ബാധിക്കും. ആണത്വം നഷ്ടപ്പെടുത്തരുത്. കുടുംബത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ മാത്രമല്ല. അർരിജാലു ഖവ്വാമൂന എന്ന ഖുർആൻ വചനത്തിന് രണ്ടാശയങ്ങൾ പ്രധാനമായും ഉണ്ട്. അർരിജാലു ഖവ്വാമൂന, ഭർത്താക്കന്മാർ സ്ത്രീകളുടെ സംരക്ഷകരാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഭർത്താക്കന്മാർ, ഞാൻ മലയാള പദം അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സംരക്ഷകരാണ്. അതോടൊപ്പം ഭർത്താക്കന്മാർ ഭാര്യമാരുടെ നിയന്താക്കളുമാണ്. സംരക്ഷകനും നാഥനും നിയന്താവുമാണ് ഭർത്താവ്. ആ നിയന്ത്രണം നമ്മൾ തന്നെ നടത്തണം. പക്ഷെ അത് അടക്കി ഭരിക്കുന്ന രീതിയിലല്ല. മുഷാവറകൾ ചെയ്യേണ്ടത് കൂടിയാലോചിക്കണം, സ്നേഹിക്കണം, അവര് പറയുന്ന നല്ല അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളണം. ആ നിലക്ക് ഞാൻ എന്റെ ഭാര്യയോട്, കുടുംബത്തോട് സ്നേഹപൂർവ്വം ഇടപെടുമ്പോഴാണ് എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നല്ലവനായി മാറുന്നതെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ അവസാനമായി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തമായ കുടുംബ ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെ അല്ലാഹു തആല സ്വാലിഹാത്തുകളാക്കി തരട്ടെ. നമ്മയൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമുക്ക് നല്ല അവൻ ഇഷ്ടപ്പെട്ട ധാരാളം മക്കളെ നൽകുമാറാവട്ടെ. നമ്മളെ മക്കൾ അല്ലാഹു തആല സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. പൊന്നരായ കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ നിറഞ്ഞ അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. മുത്തുനബിയോടുള്ള മഹബത്ത് നമ്മെ പഠിപ്പിച്ചവരാണ്. അല്ലാഹു ഹബീബിന്റെ മഹബത്ത് നമുക്ക് ഏറ്റി തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.